എല്ലാവർക്കും ഗ്രോ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം 8-ാം തീയതി നടന്ന സർവീസ് അധ്യാപകർക്കായിട്ട് നടത്തപ്പെട്ട കാറ്റഗറി 2 അധ്യാപകർക്കായിട്ട് നടത്തപ്പെട്ട കേട്ടറ്റ് പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോഷ്യൽ സയൻസ് ആണ് വിഷയം. നിങ്ങളിത് ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ഓർക്കുക, ഈ ഉത്തരസൂചിക അന്തിമമായിരിക്കില്ല. അന്തിമ ഫലത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒഫീഷ്യൽ ആൻസർ കീ പരീക്ഷാഭവൻ്റെ മാത്രമായിരിക്കും. നമ്മുടെ ഈ ആൻസർ കീയൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഏറെക്കുറെ സാമ്യം ഉണ്ടായിരിക്കുമെങ്കിലും അവസാന ഉത്തരസൂചിക പരീക്ഷാഭവൻ്റേതാണ് ഒഫീഷ്യലായിട്ട് വരുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ആൻസർ കീ വെച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാർക്കൊക്കെ ഒത്തിരി കുറവുണ്ടെങ്കിൽ അടുത്ത കേട്ടറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഒരുങ്ങാനായിട്ടും ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. 31ാമത്തെ ചോദ്യം, അതായത് സാമൂഹ്യശാസ്ത്രത്തിലെ 1ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ദാരിദ്ര്യം കണക്കാക്കാൻ രൂപീകരിച്ച കമ്മിറ്റി ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, രംഗരാജൻ കമ്മിറ്റി. 32ാമത്തെ ചോദ്യം. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി? ഉത്തരം ഓപ്ഷൻ ഡി, നെയ്യാർ. 33ാമത്തെ ചോദ്യം. ആര്യ മഹിളാ സഭയുടെ സ്ഥാപകയുടെ പേരെഴുതുക? ഉത്തരം ഓപ്ഷൻ സി ആണ്, പണ്ഡിത രമാഭായ്. 34ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നതിൽ ജർമ്മൻ നഗരമേത്? ഉത്തരം ഓപ്ഷൻ ബി, ന്യൂറംബർഗ്. 35ാമത്തെ ചോദ്യം. കാരക്കോറം നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം ഓപ്ഷൻ എ, മൗണ്ട് ഗോഡ്വിൻ ഓസ്റ്റിൻ. 36ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഇന്ത്യയിലെ ഫ്രഞ്ച് കേന്ദ്രമേത്? ഉത്തരം ഓപ്ഷൻ ബി, കാരക്കൽ. 37ാമത്തെ ചോദ്യം. നീതി ആയോഗിൻ്റെ ആസ്ഥാനമേത്? ഉത്തരം ഓപ്ഷൻ സി, ന്യൂഡൽഹിയാണ്. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായിരിക്കുമെന്ന് നമ്മുടെ ക്ലാസ്സിൽ കൂടിയവരോടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം നീതി ആയോഗിൻ്റെ ആസ്ഥാനമാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ന്യൂഡൽഹി. 38ാമത്തെ ചോദ്യം. വേണാടിൽ നിലനിന്നിരുന്ന സ്വരൂപത്തെ കണ്ടെത്തുക? ഉത്തരം ഓപ്ഷൻ എ, തൃപ്പാപ്പൂർ സ്വരൂപം. 39ാമത്തെ ചോദ്യം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന ആഗോളവാദങ്ങൾ അറിയപ്പെടുന്ന പേര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വെസ്റ്റർലീസ്. ഗിസയിൽ പിരമിഡ് നിർമ്മിച്ച ഈജിപ്തിലെ ഫറവോയുടെ പേരെഴുതുക? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുഫു. ഓക്കെ, കുഫു. 41ാമത്തെ ചോദ്യം. കുത്ബുദ്ദീൻ ഐബക്ക് ഉൾപ്പെടുന്ന രാജവംശം? ഉത്തരം ഓപ്ഷൻ എ, മാലൂക്ക് രാജവംശം. 42ാമത്തെ ചോദ്യം. ഖജുരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, മധ്യപ്രദേശ്. 43ാമത്തെ ചോദ്യം. ഡിവൈൻ കോമഡി എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിൻ്റെ പേരെഴുതുക? ഉത്തരം ഓപ്ഷൻ സി ആണ്, ദാന്തെ അലിഗീരി, ദാന്തെ. 44ാമത്തെ ചോദ്യം. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജെയിംസ് ഹാർഗ്രീവ്സ്. 45ാമത്തെ ചോദ്യം. 1:50,000 തോതിലുള്ള ഒരു ധരാതലീയ ഭൂപടത്തിൽ 20 സെൻറ്റിമീറ്റർ അകലത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള 2 സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ അകലം എത്ര? ഈ ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ചോദ്യമാണ്. ഈ രീതിയിലുള്ളത് നമ്മൾ ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 10 കിലോമീറ്റർ. ഉത്തരം ഓപ്ഷൻ സി, 10 കിലോമീറ്റർ ആണ്. 46ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായം? ഉത്തരം ഓപ്ഷൻ ബി, മുള വ്യവസായം. 47ാമത്തെ ചോദ്യം. മെസോപ്പൊട്ടോമിയൻ സംസ്കാരത്തിലെ നാഗരിക കേന്ദ്രത്തെ കണ്ടെത്തുക? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉർ. സാന്താൾ കലാപത്തിൻ്റെ നേതാവിനെ കണ്ടെത്തുക? ഉത്തരം ഓപ്ഷൻ ഡി, സിന്ധു മാഞ്ചി. 51ാമത്തെ ചോദ്യം. മാനവ വികസന സൂചിക തയ്യാറാക്കുന്ന ഏജൻസി ഏത്? ഇതും നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നതായിരുന്നു. മാനവ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉറപ്പായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. അതിൽ ഇന്ത്യയുടെ നിലവിലത്തെ സ്ഥാനമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതായിരുന്നു. ഉത്തരം വരുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ്, UNDP, മാനവ വികസന സൂചിക. ഉത്തരം ഓപ്ഷൻ ബി, UNDP. 52ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ, ആസാം.
53-ാമത്തെ ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം. ഉത്തരം ഓപ്ഷൻ ബി ശുക്രൻ. ഇതും നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചിരുന്ന ചോദ്യങ്ങളായിരുന്നു. 53-ാമത്തെ ചോദ്യം, സോളാർ സിസ്റ്റത്തിന് ഷുവറായിട്ടൊരു ചോദ്യം ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശുക്രനാണ് ഏറ്റവും ചൂടേറിയ ഗ്രഹം. 55-ാമത്തെ ചോദ്യം, ചുവടെ പറയുന്നവയിലെ ഏതിൻ്റെ ഭാഗമാണ് ആസ്തനോസ്ഫിയർ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉപരിമാൻറ്റിൽ. 56-ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ RBIയുടെ ധർമ്മമല്ലാത്തതേത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതിൽ ധർമ്മങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. 57-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഗംഗാ നദിയുടെ വലത് പാർശ്വ പോഷക നദി? ഉത്തരം ഓപ്ഷൻ എ, യമുന. 58-ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ മെറോക്കൻ സഞ്ചാരി ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഇബ്നു ബത്തൂത്ത. 59-ാമത്തെ ചോദ്യം, ഭൂകമ്പ പ്രഭവ കേന്ദ്രത്തിൻ്റെ മറ്റൊരു പേര്? ഉത്തരം ഓപ്ഷൻ ബി, ഹൈപ്പോ സെൻറ്റർ. 60-ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഏതെല്ലാം പദ്ധതികൾക്കിടയിലാണ് വാർഷിക പദ്ധതികൾ അവതരിപ്പിച്ചത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എക്കണോമിക്സിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് പഞ്ചവത്സര പദ്ധതി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് വാർഷിക പദ്ധതികൾ നടത്തപ്പെട്ടിരുന്നത് എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉം. ഓക്കെ, 1ഉം 4ഉം, അതായത് ഓപ്ഷൻ 1 and 4 അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 61-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് 1991 പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കയറ്റുമതി പ്രോത്സാഹനം. 62-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ അടുത്ത സെൻസസ് നടത്തുന്ന വർഷം ഏത്? ഈ സെയിം ക്വസ്റ്റ്യൻ ലാസ്റ്റ് എക്സാമിന് ചോദിച്ചിരുന്നതാണ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു സെൻസസ് നടക്കുന്ന വർഷമാണിത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് നമ്മൾ കരുതിയിരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുമുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2027 സെൻസസ് 2027 എന്നാണ് അത് അറിയപ്പെടുന്നത്. പക്ഷേ അത് നമ്മൾ 2026 നിലവിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസിൽ 2026 ആയിരുന്നു ആൻസർ. പക്ഷേ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ 2027 ആണ് ആൻസർ വരിക, ഓപ്ഷൻ ബി. 63-ാമത്തെ ചോദ്യം, സ്റ്റാമ്പുകൾ വ്യത്യസ്ത തരത്തിൽ കൂട്ടങ്ങളാക്കുന്നതിലൂടെ കുട്ടികൾ കൈവരിക്കുന്ന കഴിവുകൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മേൽപ്പറഞ്ഞവയെല്ലാം. 64-ാമത്തെ ചോദ്യം, തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ ക്രമപ്പെടുത്തി എഴുതാൻ സഹായകമായ പഠനതന്ത്രം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഫ്ലോ ചാർട്ട്. 65-ാമത്തെ ചോദ്യം, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങൾ ഉൾപ്പെട്ട പട്ടികയ്ക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൺകറന്റ് ലിസ്റ്റ്. നമ്മൾ ഓരോ ലിസ്റ്റും കണ്ടതാണ്, യൂണിറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്തൊക്കെയാണെന്ന് കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, കൺകറന്റ് ലിസ്റ്റ്. 66-ാമത്തെ ചോദ്യം, ഗ്രഹങ്ങളുടെ ആപേക്ഷിക വലിപ്പം കൃത്യതയോടെ ബോധ്യപ്പെടുത്തുവാൻ സഹായകമായ പഠനോപകരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗോലി അല്ലെങ്കിൽ പന്ത് മുതലായവ. 67-ാമത്തെ ചോദ്യം, സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ചെയർമാൻ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, മുഖ്യമന്ത്രി. 68-ാമത്തെ ചോദ്യവും ഇപ്പോൾ പറഞ്ഞതുപോലെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി? ഉത്തരം ഓപ്ഷൻ സി ആണ്, 21 വയസ്സ്. 69-ാമത്തെ ചോദ്യം, വൻകരകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന പഠനതന്ത്രം ഏത്? ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു ചോദ്യം. ഓക്കെ, ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രോജക്റ്റ്. ബാക്കി 3 ഓപ്ഷൻസ് നോക്കിയാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്തപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള, ചിന്തിച്ചാൽ ഉത്തരത്തിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇതാ വീണ്ടും 70-ാമത്തെ ചോദ്യം, ഷുവർ ക്വസ്റ്റ്യൻ പറഞ്ഞ മേഖലയിൽ നിന്നുള്ള ചോദ്യം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഘടന എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ദ്വിമണ്ഡല സമ്പ്രദായം. 71-ാമത്തെ ചോദ്യം, 2 ജില്ലകളുടെ മൊത്തം പ്രകടനം താരതമ്യം ചെയ്യാൻ അനുയോജ്യമായ വിലയിരുത്തൽ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പരസ്പര വിലയിരുത്തൽ. 72-ാമത്തെ ചോദ്യം, കേരളത്തിൽ സമുദ്രതീരമില്ലാത്ത ജില്ലകൾ കണ്ടെത്താൻ കുട്ടികൾക്ക് നൽകാവുന്ന പഠനോപകരണം ഏത്?
ആ 4 ഓപ്ഷൻസ് നോക്കിയാൽ സുഖമായി നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഉത്തരം ഓപ്ഷൻ എ ആണ്, കേരളത്തിൻ്റെ ഭൂപടം. ഓക്കെ, ചോദ്യത്തിൽ തന്നെ ഉത്തരം വന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ എ. 73ാമത്തെ ചോദ്യം, സുവർണ ചതുഷ്കോണം എന്നത് ഏത് ആശയ രൂപീകരണത്തിന് പ്രയോജനപ്പെടുത്താം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, യാത്രാബന്ധങ്ങൾ. ഈ ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല, അപ്രതീക്ഷിതമായി വന്നൊരു ചോദ്യമാണ്. ഉത്തരം യാത്രാബന്ധങ്ങൾ. ഇതാ വീണ്ടും 74ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന കോടതി, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ പിരമിഡ് വരച്ച് അതിൻ്റെ ഓർഡർ, അതിൻ്റെ ഹയരാർക്കി നമ്മൾ പറഞ്ഞു തന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, കീഴ്ക്കോടതികൾ. ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുള്ളവർക്ക് സുഖമായി ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇത്തവണത്തെ സോഷ്യൽ സയൻസിൻ്റെ. 75ാമത്തെ ചോദ്യം, ക്ലാസ് മുറിയുടെ സ്കെച്ച് തയ്യാറാക്കാൻ വടക്കു നോക്കി യന്ത്രം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മെച്ചം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദിശയ്ക്ക് അനുയോജ്യമായ സ്കെച്ച് തയ്യാറാക്കുന്നു. 76ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമായ രാജ്യം ഏതാണ്? ഓക്കെ, ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗം എന്നല്ല ചോദിച്ചിരിക്കുന്നത്, സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമായ രാജ്യം ഏതെന്നാണ്. ഉത്തരം ഓപ്ഷൻ എ, ഇന്ത്യ. 77ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങൾ അല്ലെങ്കിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട് എന്നാണ്. അധ്യായങ്ങളെക്കാൾ നല്ല വാക്ക് ഭാഗമാണ്. നമ്മുടെ യൂട്യൂബിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണത്. അതിൽ ഉത്തരം ഓപ്ഷൻ എ, 12 ആണ്. 78ാമത്തെ ചോദ്യം, ഗുഹാ മനുഷ്യൻ്റെ ജീവിത രീതിയെക്കുറിച്ചുള്ള ധാരണകൾ വികസിപ്പിക്കുവാൻ സഹായകമായ ഏറ്റവും മികച്ച പഠനതന്ത്രം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വീഡിയോ പ്രദർശനം. 79ാമത്തെ ചോദ്യം, ഫലപ്രദമായ പഠനതന്ത്രം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മേൽപ്പറഞ്ഞവയെല്ലാം. അതായത് എന്ത് പഠിപ്പിക്കണം, ആരെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ഈ കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടാണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ഡി, മേൽപ്പറഞ്ഞവയെല്ലാം. 80ാമത്തെ ചോദ്യം, ഏത് സ്ഥാനവും കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും സഹായകമായ പഠന സാമഗ്രി? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗ്ലോബ്. 81ാമത്തെ ചോദ്യം, ഗാർഡനറുടെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ഉദ്ദേശിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, എല്ലാവരിലും എല്ലാത്തരം ബുദ്ധിയും ഏറിയും കുറഞ്ഞും കാണുന്നു എന്ന് മനസ്സിലാക്കുന്നതിന്. 82ാമത്തെ ചോദ്യം, തൊഴിലുകളിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം ഒരു പ്രോജക്റ്റായി കൊടുക്കുന്നു. വിവരശേഖരണത്തിന് ഉപയോഗിക്കാവുന്ന മെച്ചപ്പെട്ട ഒരു ഉപാധി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, സർവേ ഫോം. 83ാമത്തെ ചോദ്യം 84ാമത്തെ ചോദ്യം, സാമൂഹീകരണത്തിൻ്റെ ദ്വിതീയ ഘടകങ്ങളായി പരിഗണിക്കാവുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, സ്കൂളും അയൽപ്പക്കവും. 85ാമത്തെ ചോദ്യം, ജില്ലാതല സ്കൂൾ കലോത്സവ വേദികൾ ഒറ്റനോട്ടത്തിൽ ബോധ്യപ്പെടുവാൻ ഏറ്റവും അനുയോജ്യമായ സങ്കേതം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലേഔട്ട്. 86ാമത്തെ ചോദ്യം, മൂല്യനിർണ്ണയത്തിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്തെല്ലാം? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ മൂല്യനിർണ്ണയത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും പോയിന്റുകളാണ് ശരിയായിട്ടുള്ളത്. 3ാമത്തേത് തെറ്റാണ്. 87ാമത്തെ ചോദ്യം, ലിപികൾ, സംസ്കാരങ്ങൾ എന്നിവയുടെ പാരസ്പര്യം കുട്ടികൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ലഘുവായ മൂല്യനിർണ്ണയ പ്രവർത്തനം? ഉത്തരം ഓപ്ഷൻ ഡി, ചേരുംപടി ചേർക്കൽ. 88ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് അയിത്താചരണം നിരോധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, അനുച്ഛേദം 17. ആർട്ടിക്കിൾസ് ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരല്പം മാറിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചതെങ്കിലും ചോദ്യം വന്നിരിക്കുന്നത് അയിത്താചരണവുമായി ബന്ധപ്പെട്ടാണ്. ഉത്തരം ഓപ്ഷൻ എ. 89ാമത്തെ ചോദ്യം, മഹാജനപദങ്ങൾ ഇപ്പോഴത്തെ ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു എന്ന് കണ്ടെത്താൻ അറിവ് നിർമ്മാണ പ്രക്രിയയിൽ ഊന്നിയുള്ള ഒരു എളുപ്പ വഴി? ഉത്തരം ഓപ്ഷൻ സി ആണ്, സൂപ്പർ ഇമ്പോസിംഗ്. സോഷ്യൽ സയൻസിലെ അവസാനത്തെ ചോദ്യം 90ാമത്തെ, കുട്ടികളെ അനുഭവപരമായ വിവരങ്ങൾ ശേഖരിക്കാൻ പര്യാപ്തരാക്കുന്ന രീതി? ഉത്തരം ഓപ്ഷൻ എ ആണ്, നിരീക്ഷണ രീതി.
സ്നേഹം നിറഞ്ഞവരെ, 90 ചോദ്യങ്ങളിൽ, അതായത് ഏകദേശം 60 ചോദ്യങ്ങളാണ് സോഷ്യൽ സയൻസിനകത്തുള്ളത്. 45+ കിട്ടുന്നുണ്ടെങ്കിൽ വി ആർ ഇൻ സേഫ് സോൺ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോയി എന്ന് ഓർത്തുകൊണ്ട് സങ്കടപ്പെടേണ്ട. അപ്പോൾ എല്ലാവിധ ആൻസർ കീകളും ഒക്കെ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്കൊന്ന് ചെക്ക് ചെയ്യുക. മാർക്കിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടെങ്കിൽ പഠനം നിർത്തിവെക്കാതെ വീണ്ടും പഠനം ആരംഭിക്കുക. സെപ്റ്റംബറിൽ നമുക്കൊരു പരീക്ഷ ഉണ്ടാവും, ജനറലായിട്ട് എല്ലാവർക്കും എഴുതാവുന്ന രീതിയിൽ. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ഇപ്പോഴേ ഒരുക്കം തുടങ്ങുക. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ട് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. അപ്പം സെപ്റ്റംബർ മാസത്തിലേക്കുള്ള പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്കായിട്ടുള്ള ഒരു ബൂസ്റ്റർ ബാച്ച് ക്രാഷ് കോഴ്സ് ഓഗസ്റ്റ് 10-ാം തീയതി, നാളെ തിങ്കളാഴ്ച 8:30 ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഓഫർ പ്രൈസിൽ നടപ്പുണ്ട്. വളരെ തുച്ഛമായ ഫീസിലാണ് ക്ലാസ്സുകൾ നടത്തപ്പെടുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കണം.